ചിത്രകാരിയല്ലെങ്കിലും രാഖി രാസിന്റെ മനസ്സിൽ ഒരു ചിത്രകാരിയുണ്ട്. അതുകൊണ്ടാണ് ഭർത്താവായ രാസിയുടെ ചിത്രങ്ങളുടെ ക്യൂറേറ്ററായി തീരാനും ചിത്രങ്ങളുടെ വിൽപ്പന സാധ്യത ഒരുക്കാനും അവർക്ക് കഴിയുന്നത്. രാഖിയുടെ വിശേഷങ്ങളുമായി അരങ്ങിലേക്ക്. ചിത്രകലയോട് എനിക്ക് നേരത്തെ തന്നെ ഇഷ്ടമായിരുന്നു. ഇപ്പോൾ റാസിയെ ഞാൻ പരിചയപ്പെടുന്നത് UC കോളേജിൽ വെച്ചാണ്. റാസിയുടെ ചിത്രരചന പാഠവും അന്നേ എനിക്ക് വളരെ താല്പര്യമായിരുന്നു. അങ്ങനെയാണ് ഞാൻ പരിചയപ്പെട്ടത്. പിന്നീട് എനിക്ക് തോന്നി റാസി വളരെ കാലിബറുള്ള ഒരാളാണ്. ആ ചിത്രങ്ങൾക്ക് ഇത്രയും സാധ്യതയുണ്ട് എന്ന് അപ്പോഴേ റാസി നന്നായി വളരും എന്നുള്ളത് അപ്പോഴേ തോന്നിയിരുന്നു. പിന്നീട് റാസിക്ക് അതിനകത്തുള്ള അഗാധമായ താല്പര്യവും അറിയാം. പക്ഷെ ഒരു ചിത്രകാരന് നേരിട്ട് ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും കൂടെ നടത്തുക എന്ന് പറയുന്നത് അയാളുടെ രചനയെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതിന് വേണ്ട സപ്പോർട്ട് കൊടുക്കണം എന്നുള്ള ഉദ്ദേശം എനിക്ക് നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. പ്രൊഫഷൻ എന്നുള്ള നിലയ്ക്ക് ഞാൻ ജേർണലിസമാണ് ഇഷ്ടപ്പെടുന്നത്, ഞാൻ അതാണ് ചെയ്യുന്നത്. പക്ഷേ അതിൻ്റെ ഒപ്പം തന്നെ ഈ സപ്പോർട്ട് എന്ന് പറയുന്ന തീർച്ചയായിട്ടും എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. എൻ്റെ വീട്ടിലെല്ലാവരും തന്നെ കലാപരമായ താല്പര്യമുള്ള ആളുകളാണ്. പാട്ട്, ചിത്രരചന. എൻ്റെ അമ്മാവന്മാരൊക്കെ നന്നായി വരയ്ക്കും, അത്യാവശ്യം കുഴപ്പമില്ലാതെ വരയ്ക്കും. അച്ഛനും അമ്മയ്ക്കും ഒക്കെ പാട്ട് ഇഷ്ടമാണ്. അങ്ങനെ ഞങ്ങൾ പൊതുവേ കലാപരമായ താല്പര്യമുള്ള കുടുംബമാണ്. ഇപ്പോൾ ഞങ്ങൾ രണ്ടുപേരും 2 മതത്തിൽപ്പെട്ടവരാണ്. ഞാനിങ്ങനെ ഒരു ഇഷ്ടം പറഞ്ഞപ്പോഴും അവർ അതിനെ കാര്യമായി എതിർക്കാതിരുന്നത്, ഒരു ജാതി മതം എന്നതിനപ്പുറത്ത് അവർ റാസിയെ കാണുകയും റാസിയുടെ കഴിവ് കാണുകയും കൂടെ ചെയ്തതുകൊണ്ടാണ്. ഒരു കലാകാരൻ എന്നുള്ള നിലയ്ക്ക് റാസിയുടെ സ്വപ്നം ഓരോരുത്തരിലേക്കും ചെന്നെത്തുക എന്നുള്ളതാണ്. ആ സ്പിരിറ്റ് എനിക്കും നന്നായി മനസ്സിലായതുകൊണ്ട് ഞാൻ തീർച്ചയായും പ്രിൻ്റ് ഇറക്കുന്നതിനെയും അതിനെ വിപണനം ചെയ്യുന്നതിനെയും സപ്പോർട്ട് ചെയ്തിരുന്നു. അപ്പോൾ നമ്മൾ ചെറിയ വിലയ്ക്ക് പ്രിൻ്റ് ഇറക്കാൻ തുടങ്ങിയതോടുകൂടി ഒരുപാട് ആളുകൾ നമ്മുടെ ചിത്രത്തിലേക്ക് വരികയും അത്രയും ആസ്വാദകരെ നമുക്ക് കിട്ടുകയും ചെയ്യുകയാണ്. അപ്പോൾ ഇത് വെറും ഒരു കച്ചവടം എന്നുള്ളതല്ല. ഏതൊരു കലാകാരനും അവൻ്റെ കല ഓരോ ജനങ്ങളിലേക്ക് എത്തുമ്പോഴാണ് സന്തോഷം. അതിനൊപ്പം തന്നെ അദ്ദേഹത്തിന് അറിയാവുന്ന ഒരു മാർഗം എന്ന് പറയുന്ന വരയ്ക്കാൻ നന്നായി അറിയുന്ന ഒരാളാണ്, അതിൽ തന്നെ മുഴുകിയിരിക്കാൻ ആഗ്രഹിക്കുന്നു. അത് നമ്മുടെ ജീവിതത്തിനും കൂടെ സപ്പോർട്ടിങ് ആയിട്ട് നമ്മൾ കൊണ്ടുവരികയാണ് ചെയ്തത്. ചെറിയ വിലയിൽ നമ്മൾ എത്തിക്കാൻ തുടങ്ങിയപ്പം അത് ഏറ്റവും കൂടുതൽ സ്വീകരിച്ചിരിക്കുന്ന യുവതലമുറ തന്നെയാണെന്ന് തോന്നുന്നത്. റാസി ഏറ്റവും കൂടുതൽ എക്സിബിഷൻസ് നടത്തിയിരിക്കുന്ന ക്യാമ്പസുകളിലാണ്. അവിടെ കിട്ടുന്ന അത്രയും സപ്പോർട്ട് ശരിക്കും പറഞ്ഞ് പുറത്ത് നമ്മൾക്ക് അത്രയും ഉണ്ടോ എന്ന് നമുക്ക് സംശയം തോന്നും. അത്രയ്ക്കും ഒരു ഊഷ്മളമായ സ്വീകരണം റാസിക്ക് എല്ലാ ക്യാമ്പസുകളിലും ആദ്യം കിട്ടി. അവിടെ നിന്നാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ കേരളത്തിൻ്റെ മറ്റിടങ്ങളിലേക്ക് നമ്മൾ പോകുന്നത്. ക്യാമ്പസ് തന്നെയാണ് ഞങ്ങളുടെ അടിത്തറ. ചിത്രങ്ങളെ സീരിയസ് ആയി സമീപിക്കുന്ന ഒരു സമൂഹം നമുക്കുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ എല്ലാവർക്കും നിറങ്ങൾ കാണാനുള്ള ഇഷ്ടം എന്ന് പറയുന്ന ഒരു ഘടകമുണ്ട്. റാസിയുടെ ചിത്രങ്ങളിൽ അതുപോലെ ഒരു 2 തരംതിരിവ് വേണമെങ്കിൽ കണ്ടെത്താൻ പറ്റും. അതായത് ലാൻഡ്സ്കേപ്പുകളുണ്ട്, അതല്ലാതെ ആശയപരമായി ആഴമുള്ള ചിത്രങ്ങളുമുണ്ട്. ലാൻഡ്സ്കേപ്പുകൾ ചെയ്യുന്നു എന്ന് പറയുന്നത് ഒരു മോശമായിട്ട് നമ്മൾ കരുതുന്നില്ല. കാരണം അത് ക്രാഫ്റ്റ് ഡെവലപ്പ് ചെയ്യാനായിട്ട് ഈ ലാൻഡ്സ്കേപ്പുകൾ റാസി ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. ആഴത്തിൽ ചിത്രങ്ങൾ ആസ്വദിക്കുന്ന ആൾക്കാരാണെങ്കിൽ അവർ മിക്കവാറും ഒറിജിനൽസ് മേടിക്കാനാണ് ഇഷ്ടപ്പെടുക. അവരതിൻ്റെ മൂല്യം തിരിച്ചറിഞ്ഞ് ആ പണം കൊടുക്കാൻ തയ്യാറാവുന്നു. ഇപ്പോൾ റാസിയുടെ ചിത്രങ്ങൾ ഇപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റിലുണ്ട്. 1 ലക്ഷം രൂപയാണ് അതിൻ്റെ പ്രാഥമിക വില. അത് നമ്മുടെ നാട്ടിലൊരു വലിയ തുകയാണ്. പക്ഷെ അത് നിക്ഷേപിക്കാൻ ഇവിടെ ആളുണ്ട്. പൊതുവേ ആളുകൾ ചിത്രകലയിൽ ഇത്രയും വലിയ ഇതൊന്നും നടക്കുന്നില്ല, അല്ലെങ്കിൽ ചിത്രങ്ങൾ വാങ്ങപ്പെടുന്നില്ല, കേരളം അതിന് അനുകൂലമല്ല, അങ്ങനെയൊക്കെ ആളുകൾ പരാതി പറയുന്നുണ്ട്. പക്ഷേ ഈ നാട്ടിലാണ് നമ്മൾ ഈ വിലയിൽ നമുക്ക് ചിത്രം വിൽക്കാൻ പറ്റിയത്. അതായത് ഇഷ്ടമുള്ള ആളുകൾ ഇങ്ങോട്ട് വന്ന് ചോദിച്ചതിൻ്റെ ഫലമാണ് ഞങ്ങൾ അങ്ങനെ ചിന്തിച്ചതും അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളതും ഉറപ്പാണ്. ഇൻവെസ്റ്റ്മെൻറ്റ് വരുമ്പോഴും സാധാരണ ഒരു ആസ്വാദകനായ ഒരാൾ, അല്ലെങ്കിൽ ചിത്രത്തിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് വിചാരിക്കുന്ന ഒരാൾ ആ ചിത്രം മേടിച്ച് വീട്ടിൽ കൊണ്ടുവയ്ക്കുന്നു. കുറേ നാൾ കഴിയുമ്പോൾ അദ്ദേഹത്തിന് തന്നെ അത് വില കൂടുതൽ കിട്ടുന്ന ഒരു കാലത്ത് വിൽക്കേണ്ടി വരിക. അങ്ങനെയാണ് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ പൊതുവെയുള്ള ഒരു രീതി പോകുന്നത്. റാസിയുടെ ചിത്രങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യപ്പെടുന്നതിലുള്ളൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾ ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്ക് തന്നെ ചിത്രം വിൽക്കേണ്ടി വരിക. ആ ഒരു ഘടകം ഞങ്ങൾ ഏറ്റെടുക്കുകയാണ്. അയാൾക്ക് ചിത്രം ഇൻവെസ്റ്റ് ചെയ്യപ്പെട്ട ആൾക്ക് ചിത്രവും കൊണ്ട് നടന്ന് ഇല്ലെങ്കിൽ അത് കാത്ത് സൂക്ഷിച്ചു വയ്ക്കുക
വിൽക്കുക, ആ വക ജോലികൾ നമ്മൾ കുറച്ചു കൊടുക്കുക. മറിച്ച് ആ ചിത്രങ്ങൾ ഞങ്ങളുടെ കയ്യിൽ തന്നെ ഇരിക്കുകയും ഇൻവെസ്റ്റ് ചെയ്യപ്പെട്ട ചിത്രങ്ങളുടെ അതേ വലിപ്പത്തിലുള്ള പ്രിൻറ്റുകൾ, ക്യാൻവാസ് പ്രിൻറ്റുകൾ നമ്മൾ അവർക്ക് കൊടുക്കുന്നുണ്ട്. നല്ല ക്വാളിറ്റിയുള്ള പ്രിൻറ്റുകളാണ്. അത് കണ്ടു കഴിഞ്ഞാൽ ഒറിജിനലായിട്ട് തിരിച്ചറിയാൻ പോലും പറ്റില്ല, അത്രയും നല്ല പ്രിൻറ്റുകളാണ്. ഈ ചിത്രങ്ങൾ നമ്മൾ കയ്യിൽ വയ്ക്കുകയും അത് ലോകം മുഴുവൻ എക്സിബിറ്റ് ചെയ്യണം എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം. ഈ ഇൻവെസ്റ്റ് ചെയ്യുന്ന തുകയിൽ നിന്ന് വലിയൊരു ശതമാനം ഞങ്ങൾ അതിന് വേണ്ടിയിട്ടാണ് നീക്കി വെക്കുന്നത്. വെറുതെ എങ്ങനെയെങ്കിലും കുറേ പണം ഉണ്ടാക്കുക അതല്ല. ചിത്രകലയ്ക്ക് ഒരു പ്രാധാന്യവും കേരള ചരിത്രത്തിൽ തന്നെ ഒരു പ്രാധാന്യം നേടിക്കൊടുക്കണം എന്നൊരു സ്വപ്നം ഞങ്ങൾക്കുണ്ട്. നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് പദ്ധതിയുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, ഒരാൾ 1 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഇപ്പോൾ സലീം കുമാർ നമ്മുടെ ചിത്രത്തിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം 1 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യപ്പെടുമ്പോൾ പിന്നീട് അത് വിൽക്കപ്പെടുന്നത് 2 ലക്ഷം രൂപയ്ക്കാണ്. അപ്പോൾ അതിൻ്റെ ലാഭത്തിൽ നിന്ന് ഈ ചിത്രം ചിത്രകാരനും ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളും പാർട്ട്ണർ എന്നുള്ള നിലയിലാണ് നമ്മൾ ഈ ചിത്രം അടുത്ത റീസെയിലിന് വെക്കുന്നത്. അതിൽ നിന്ന് കിട്ടുന്ന ലാഭത്തിൻ്റെ 50%, 50% ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്ക് കിട്ടുകയാണ്. ആ ഒരു ലാഭം എന്ന് പറയുന്നത് അതാണ് ഇൻവെസ്റ്ററുടെ പ്രധാനപ്പെട്ട ലാഭം എന്ന് പറയുന്നത്. അതുകൂടാതെ 50 ചിത്രങ്ങളാണ് ആദ്യഘട്ടത്തിൽ ഇൻവെസ്റ്റ്മെൻറ്റിന് വെച്ചിരിക്കുന്നത്. ഈ ചിത്രത്തിൽ ഒരാളുടെ ചിത്രം വിറ്റുപോകുന്നു, മറ്റൊരാളുടെ വിൽക്കുന്നില്ല എന്ന് വെച്ചോളൂ. ഇതിൽ ഈ ഇൻവെസ്റ്റർക്ക് കിട്ടുന്ന ലാഭം കഴിഞ്ഞുള്ള ഭാഗത്ത് നിന്ന് ഒരു പെർസെൻറ്റേജ് എല്ലാ ഇൻവെസ്റ്റർമാർക്കും നമ്മൾ വീതിച്ച് നൽകുന്നുണ്ട്. അതും കൂടെ ഇതിൻ്റെ ഒരു അട്രാക്ഷനാണെന്ന് പറയാം. ഏത് കാര്യമായാലും സ്ത്രീ ആയാലും പുരുഷനായാലും പ്രൊഫഷൻ ഇല്ലെങ്കിൽ നമ്മുടെ കുടുംബജീവിതം, ഇത് രണ്ടും തമ്മിൽ ബാലൻസ് ചെയ്യാൻ പറ്റായൊന്നുമില്ല. പ്രൊഫഷനെ നമ്മൾ നമ്മുടെ കുടുംബകാര്യം പോലെ സ്നേഹിക്കുമ്പോൾ രണ്ടിനും നമുക്ക് സമയമുണ്ട്. ഇപ്പോൾ ഞാൻ ജേർണലിസം ചെയ്യേണ്ട ഫ്രീലാൻസായി വർക്ക് ചെയ്യുന്നുണ്ട്, അതിൻ്റെ ഒപ്പം ഇത് എനിക്ക് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. കാരണം എനിക്ക് രണ്ടും ഇഷ്ടമാണ്. അതിൻ്റെ ഒപ്പം കുഞ്ഞുങ്ങളുടെ കാര്യം നോക്കാനും എനിക്കിഷ്ടമാണ്, അതിനും സമയം കണ്ടെത്തുന്നുണ്ട്. നമ്മുടെ താല്പര്യം അങ്ങനെ കിടന്നാൽ ആർക്കും ഏത് ജോലിയായാലും നമുക്കത് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് സ്ത്രീകൾക്കത് സാധിക്കും. തീർച്ചയായിട്ടും ആൾക്കാർ അതിനകത്തേക്ക് വരണം. നിങ്ങളുടെ സ്വന്തം താല്പര്യങ്ങളോ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ താല്പര്യങ്ങളോ ജോലിയോ എങ്ങനെയായാലും അങ്ങനെ ഒരു ഡെവലപ്മെൻറ്റ് എല്ലാ സ്ത്രീകൾക്കും ഉണ്ടാവണം എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം. സ്നേഹിതയുടെ ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങൾ അറിയിക്കണം. snehita@amrutatv.com. നാളെ വീണ്ടും ഇതേ സമയം. Till then, you take care.